മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ കണ്ണൻ സത്യങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് കരുണയും കരുണയുടെ മുത്തശ്ശിയും കൂടി തന്നെ പ്രതാപനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരു എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും കരുണ വീട്ടിൽ പോകുക എന്ന് പറയുമ്പം ഉണ്ണിയും ദുർഗയും പറയുന്നുണ്ട് ഞങ്ങളും കൂടി വരാമെന്ന് പറയുമ്പോൾ കരുണയ്ക്കാണെങ്കിൽ പേടി കൊണ്ട് ഇവരെ കൊണ്ടുപോകുന്നില്ല. അതിന് ഇവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അച്ഛൻ ഭയങ്കര വയലൻ്റാണ്, ഇനി നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പറയണതെന്ന് അറിയാൻ പറ്റില്ല, അതുമാത്രമല്ല നിങ്ങളെ ഉപദ്രവിക്കാനും സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല മോളെ, മോള് പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾ അതനുസരിച്ച് നിന്നോളാം, മോളുടെ അച്ഛനെ കാണാൻ വന്നില്ലെങ്കിൽ അത് മോശമല്ലേ എന്ന് ചോദിക്കുമ്പം ഇല്ലമ്മേ അങ്ങനെ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ വന്നാലേ പ്രശ്നമാണ്. ഇപ്പം തന്നെ മുത്തശ്ശി എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു നിങ്ങളെ ആരെയും കൊണ്ടേ ചെല്ലണ്ട, എന്നോട് ഒറ്റയ്ക്ക് മാത്രം ചെന്നാൽ മതിയെന്ന്. ഇതൊക്കെ കേട്ടിട്ട് നമ്മളുടെ ഉണ്ണിക്കാണെങ്കിൽ ആകെ സംശയമാവുന്നുണ്ട്. ഉണ്ണി പിന്നെ മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇവള് എന്തോ ഒരു കാരണം വെച്ചിട്ടാണ് ഞങ്ങളെ കൊണ്ടുപോകാൻ മടിക്കുന്നത്. ഇനിയിപ്പോൾ അയാൾ കൊന്നു എന്ന് പറയുന്നത് എൻ്റെ അച്ഛനെ തന്നെയായിരിക്കുമോ, അയാൾ എന്തായാലും കൊന്നു എന്ന് എല്ലാവരോടും വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയെന്നല്ലേ ഇവള് പറഞ്ഞത്. ഇനിയിപ്പോൾ ഞങ്ങൾ ചെന്ന് കഴിയുമ്പം ഞങ്ങളോട് ആ സത്യങ്ങൾ അയാൾ പറഞ്ഞെങ്കിലോ എന്ന് ഓർത്ത് പേടിച്ചിട്ടാണോ ഇവള് ഞങ്ങളോട് ചെല്ലണ്ടെന്ന് പറയണേ. എന്തായാലും അതൊന്ന് കണ്ടുപിടിക്കണം, ഇവളറിയാതെ അയാളെ ഒന്ന് പോയി കാണണം. ഇവളിപ്പോൾ തൽക്കാലം പോട്ടെ എന്നൊക്കെ ഇങ്ങനെ ഉണ്ണി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് കരുണ പറയുന്നുണ്ട് എന്നാൽ ഞാൻ പോയി വരട്ടെ ഉണ്ണിയേട്ടാന്നും പറഞ്ഞുകൊണ്ട് കരുണ പോകുമ്പം ഉണ്ണി ചോദിക്കുന്നുണ്ട് ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വരണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ട ഉണ്ണിയേട്ടാ, മുത്തശ്ശി എന്നോട് പ്രത്യേകം പറഞ്ഞതാ ഇവിടുന്ന് ആരെയും അങ്ങോട്ട് കൊണ്ടുപോയി ചെല്ലരുതെന്ന്, ഞാനൊരു ഓട്ടോ പിടിച്ച് പോയിക്കോളാമെന്നും പറഞ്ഞ് കരുണ പോകുന്നുണ്ട്. കരുണ പോയി കഴിഞ്ഞതും ഈ ദുർഗയാണ് ഈ ഉണ്ണിയോട് ചോദിക്കുന്നുണ്ട് എന്താടാ മോനെ അയാൾക്ക് പറ്റിയത്, ഈ കരുണ എന്താ നമ്മളോട് ചെല്ലണ്ടെന്ന് പറയണേ, അയാൾ അത്രയ്ക്ക് പ്രശ്നക്കാരനാണോ, അയാൾക്ക് അത്രയ്ക്ക് സമനില തെറ്റിയേക്കാണോ എന്നൊക്കെ ചോദിക്കുമ്പം ഉണ്ണി പറയുന്നുണ്ട് എന്തൊക്കെയോ കാര്യങ്ങളുണ്ടമ്മേ, കരുണ പറയുന്നതൊന്നും ആയിരിക്കില്ല സത്യങ്ങൾ, അവൾ എന്തൊക്കെയോ നമ്മളിൽ നിന്ന് മറച്ചു വയ്ക്കുന്നുണ്ട്, അതെന്തായാലും അധികം വൈകാതെ തന്നെ ഞാൻ കണ്ടുപിടിക്കും, തൽക്കാലം അമ്മ അവളോട് ഇതൊന്നും പറയാൻ നിൽക്കണ്ടെന്ന്. അന്നേരം ഈ ദുർഗയാണെങ്കിലും എന്തൊക്കെയോ സംശയത്തോടു കൂടി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനെയും മഹാലക്ഷ്മിനെയാണ്. കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് തൻ്റെ 7-ാം മാസത്തെ ചടങ്ങ് ഇവിടുന്ന് നടന്നു കഴിഞ്ഞാൽ താൻ അപ്പം തന്നെ അനന്തുവിൻ്റെയും ലേഹയുടെയും വീട്ടിലോട്ട് പോയിക്കോ, പിന്നെ ഇവിടെ നിൽക്കണ്ട, എന്തായാലും താൻ ഇവിടെ നിൽക്കണ സുരക്ഷിതമല്ല എന്ന് പറയുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് അതെനിക്ക് അറിയാലോ കണ്ണേട്ട, എന്തായാലും ഞാൻ പ്രസവം കഴിയണ വരെയും ലേഹയുടെ വീട്ടിൽ തന്നെ നിൽക്കാം, പ്രസവം കഴിഞ്ഞാലും താനിവിടെ വന്ന് നിൽക്കണ്ട, ഇവിടെ താനും കുഞ്ഞും സുരക്ഷിതരായിരിക്കില്ല, ലേഹയുടെ അടുത്ത് തന്നെ നിന്നാൽ എന്ന് പറയുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്നാലും നമ്മളുടെ വിധി എന്തൊരു വിധിയാണ് കണ്ണേട്ട, നമുക്കൊന്ന് സമാധാനമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ പോലും പറ്റില്ലല്ലോ എന്ന് പറയുമ്പം കണ്ണനാണെങ്കിൽ ഭയങ്കര വിഷമത്തോടുകൂടി തന്നെ പറയുന്നുണ്ട് അത് നമ്മളുടെ വിധിയാണ്, താൻ കുറച്ച് ദിവസവും കൂടി എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണയാണെങ്കിൽ കരുണയുടെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ പ്രതാപൻ്റെ അമ്മ കരുണേനെ കാത്തു തന്നെ ഇരിക്കുകയാണ്. ആ സമയത്ത് കരുണ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് അച്ഛൻ എങ്ങനെയുണ്ട് മുത്തശ്ശി എന്ന് ചോദിക്കുമ്പം ഒന്നും പറയണ്ട, ഇവിടെ വന്നിട്ടും മോഹിനിയോട് പറയുമായിരുന്നു എത്രയും പെട്ടെന്ന് കണ്ണനെ സത്യങ്ങൾ അറിയിക്കാൻ. എന്നിട്ട് അമ്മ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം മോഹിനി എന്ത് പറയാനാ, ഞാൻ പിന്നെ ഈ സത്യങ്ങൾ ആരും അറിയാതിരിക്കാൻ വേണ്ടി അവളെ ഒന്ന് ഭീഷണിപ്പെടുത്തി നോക്കി, സത്യങ്ങൾ കണ്ണനെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് മഹാലക്ഷ്മിയുടെ ജീവിതത്തെ ബാധിക്കുമെന്ന് പറഞ്ഞപ്പം അവൾ പറയണത് എന്നെ ഭീഷണിപ്പെടുത്തുമൊന്നും വേണ്ട, അതിലൊന്നും ഞാൻ പേടിക്കില്ല, സത്യങ്ങൾ കണ്ണനെ അറിഞ്ഞെന്ന് വിചാരിച്ച് ലക്ഷ്മി മോൾക്കൊന്നും സംഭവിക്കില്ല, പക്ഷേ കരുണയുടെ ജീവിതം തകരുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞങ്ങളത് മറച്ചു വയ്ക്കണേന്ന് അവൾ പറഞ്ഞതെന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട് അത് അമ്മ പറഞ്ഞത് നേരാ മുത്തശ്ശി, എന്തായാലും എൻ്റെ അച്ഛനല്ലേ കണ്ണേട്ടൻ്റെയും ഉണ്ണിയേട്ടൻ്റെ അച്ഛനെ കൊന്നത്, അതുകൊണ്ട് തന്നെ എന്നോട് അവർക്ക് കൂടുതൽ ദേഷ്യം ഉണ്ടാവുക, ആ ലക്ഷ്മിയോടാണെങ്കിൽ അച്ഛനക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തതല്ലേ, ലക്ഷ്മിയെ കൊല്ലാനായിട്ട് അച്ഛൻ പോയപ്പോഴല്ലേ അച്ഛനെ ഈ അവസ്ഥയിലായത്. അതുമാത്രമല്ല ഉണ്ണിയേട്ടന് പല സംശയങ്ങളും ഉണ്ട്, ഉണ്ണിയേട്ടൻ്റെ അച്ഛൻ്റെ ആത്മാവ് അച്ഛൻ്റെ ദേഹത്ത് കയറിയേക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഉണ്ണിയേട്ടൻ എന്നോട് ചോദിച്ചു അതിന് എൻ്റെ അച്ഛനാണോ ഉണ്ണിയേട്ടൻ്റെ അച്ഛനെ കൊന്നേന്ന്. അത് കേട്ടതും ഞാനാകെ ഭയന്ന് പോയി മുത്തശ്ശിന്ന്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് ഇതിപ്പോൾ വല്ലാത്തൊരു തലവേദന ആയല്ലോ മോളെ, ഇവൻ തന്നെ ഇത് വിളിച്ചു കൊണ്ടിരിക്കുകയല്ലേ, ഇനിയിപ്പോൾ ആ ഉണ്ണി എങ്ങാനും കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലും വലിയ പ്രശ്നമാവുമല്ലോ എന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട് എന്തായാലും ഉണ്ണിയേട്ടനെ അമ്മയെ ഞാൻ ഇങ്ങോട്ട് വരണേന്ന് തടഞ്ഞിട്ടുണ്ട്, അച്ഛൻ ഭയങ്കര പ്രശ്നക്കാരനാണ്, അച്ഛൻ ഉപദ്രവിക്കുമെന്നൊക്കെ പറഞ്ഞ് ഞാനവരെ പേടിപ്പിച്ചതുകൊണ്ട് അവർ വരാൻ സാധ്യതയില്ല, ഇനി ആ കണ്ണനെങ്ങാനും ഇങ്ങോട്ട് വരുമോ മോളെ എന്ന് ചോദിക്കുമ്പം ഇല്ല മുത്തശ്ശി അയാളിപ്പോൾ ഭാര്യയുടെ 7-ാം മാസത്തെ ചടങ്ങ് നടത്താൻ പോകുമല്ലേ, അതുകൊണ്ട് അവരിങ്ങോട്ട് വരാൻ സാധ്യതയൊന്നുമില്ല എന്ന് പറയുമ്പം ഈ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് എന്തായാലും നമ്മളുടെ എല്ലാ ആഗ്രഹങ്ങളും തകർന്നല്ലോ മോളെ, ആദ്യം തന്നെ മോളുടെ ഈ ചടങ്ങ് നടത്തണം എന്നല്ലേ ഞങ്ങൾ ആഗ്രഹിച്ചതെന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട് മുത്തശ്ശി കാരണമല്ലേ എനിക്ക് എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതെന്ന്. അന്നേരം ഈ പ്രതാപൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര വിഷമമായിട്ട് പറയുന്നുണ്ട് അത് ശരിയാ മോളെ, എന്നാലും മോളുടെ കുഞ്ഞ് പോകണമെന്ന് കരുതിയല്ലല്ലോ നമ്മളത് ചെയ്തത്, ആ ലക്ഷ്മിനെയും കണ്ണനെയും കൊല്ലാൻ വേണ്ടിയിട്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ
കരുണ തിരിച്ചു പറയുന്നുണ്ട്, ലക്ഷ്മിയെയും കണ്ണനെയും എപ്പോൾ കൊല്ലാൻ ശ്രമിച്ചോ അപ്പോഴൊക്കെ ആപത്ത് സംഭവിക്കുന്നത് നമുക്ക് തന്നെ. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, അച്ഛൻ ലോറിയായിട്ട് അവരെ കൊല്ലാനായിട്ട് പോയതല്ലേ, എന്നിട്ട് ഇപ്പം അച്ഛൻ്റെ അവസ്ഥ തന്നെ. എന്തായാലും ഞാൻ അച്ഛനെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കരുണ പ്രതാപൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പ്രതാപൻ കരുണയോട് ചോദിക്കുന്നുണ്ട്, മോളിപ്പോൾ വന്നതാണുള്ളൂ, സത്യങ്ങളെല്ലാം കണ്ണനോട് പറഞ്ഞു എന്ന് ചോദിക്കുമ്പം അച്ഛൻ ഇത് എന്തൊക്കെയാണ് പറയണേ, സത്യങ്ങളങ്ങനെ കണ്ണേട്ടനോട് പറഞ്ഞാൽ പ്രശ്നമാവൂലേ, അച്ഛനൊന്നും മിണ്ടാതിരിക്കുക, അച്ഛൻ ജയിലിൽ പോയി കിടക്കേണ്ട വരുമെന്ന് പറയുമ്പം പ്രതാപൻ പറയുന്നുണ്ട്, ഞാൻ ജയിലിൽ കിടന്നോട്ടെ, അതിന് എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ പോകുമ്പോൾ ആ വാമദേവനെയും കൊണ്ടുപോകും, അവനെ ഇതിനെല്ലാം കാരണക്കാരൻ പാവം വിശ്വനാഥൻ, അവനെ ഞാൻ കൊന്നല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ എണ്ണിപ്പറക്കി സങ്കടപ്പെടുമ്പോൾ കരുണ ദേഷ്യത്തോടുകൂടി അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് കണ്ണനും മഹാലക്ഷ്മിയും ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് ദുർഗ ചോദിക്കുന്നുണ്ട്, എന്താടാ കണ്ണ 7ാം മാസത്തെ ചടങ്ങൊക്കെ ഗംഭീരമാണോ എന്ന് ചോദിക്കുമ്പം അതെന്താ അമ്മ അങ്ങനെ ചോദിക്കുന്നത്, ഗംഭീരമാക്കണ്ടേ, കമലേശ്വരത്ത് ആദ്യമായിട്ടൊരു പേരക്കിടാവ് ഉണ്ടാവണമെന്നല്ലേ, അതിൻ്റെ ചടങ്ങുകളെല്ലാം ഭംഗിയായി തന്നെ നടക്കണം, അതാ എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ ആയിക്കോട്ടേടാ, നിൻ്റെ ആഗ്രഹമല്ലേ ഇവിടെ നടക്കുകയുള്ളൂ, അല്ലാതെ ഞങ്ങളുടെ ആഗ്രഹമൊന്നും നടക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ ആഗ്രഹം അല്ലാതെ നിങ്ങളുടെ ആഗ്രഹമാണോ നടത്തേണ്ടത്, എന്തായാലും അമ്മയുടെ അഭിപ്രായമൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ, ഞങ്ങൾ പോവുക, ആവശ്യമില്ലാത്തൊരു സംസാരത്തിനൊന്നും നിൽക്കണില്ല എന്ന് പറഞ്ഞ് കണ്ണനും മഹാലക്ഷ്മി അങ്ങോട്ട് പോകുന്നുണ്ട്. അവർ പോയി കഴിഞ്ഞതും ദുർഗയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, പോണ വഴിക്ക് അവളും അവനും അവളുടെ കുഞ്ഞും ഇല്ലാണ്ടായാൽ മതിയായിരുന്നു, ഒരിക്കലും അവർ തിരിച്ചു വരരുത്, 7ാം മാസത്തെ ചടങ്ങും നടക്കരുതെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഓഫീസിലെത്തിയതും മഹാലക്ഷ്മിയാണ് ഇങ്ങനെ ആകെ സങ്കടപ്പെട്ടിരിക്കുമ്പം കണ്ണൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയിടോ, തനിക്ക് കുറച്ച് ദിവസമായി ഭയങ്കര എന്തോ ഒരു ടെൻഷനുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇല്ല കണ്ണേട്ടാ, എനിക്കൊരു ടെൻഷനും ഇല്ല, കണ്ണേട്ടന് തോന്നണയായിരിക്കും എന്ന് പറയുമ്പോൾ ഇല്ല, എനിക്ക് തോന്നണയൊന്നുമല്ല, എൻ്റെ ഭാര്യയ്ക്കൊരു മാറ്റം ഉണ്ടായാൽ എനിക്കത് മനസ്സിലാവില്ലേ, തനിക്ക് എന്താ പറ്റിയെന്ന് പറ, എന്താണെങ്കിലും നമുക്ക് പരിഹരിക്കാമെന്ന് പറയുമ്പം ഇല്ല കണ്ണേട്ടാ, എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറയുന്നു. പിന്നീട് എന്നാൽ താൻ ഇവിടെ ഇരിക്കുക, ഞാൻ എൻ്റെ ക്യാബിനിലേക്ക് പോകാമെന്നും പറഞ്ഞ് കണ്ണൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതേസമയം മോഹിനിയാണെങ്കിൽ കരുണയോട് പറയുന്നുണ്ട്, കണ്ടില്ലേ മോളെ നിൻ്റെ അച്ഛൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, ലക്ഷ്മി മോളെയും കണ്ണനെ ഉപദ്രവിക്കാൻ നടന്നിട്ടാണ് നിൻ്റെ അച്ഛന് ഈ അവസ്ഥ വന്നത്, എന്തായാലും ഇനിയെങ്കിലും നീ നല്ലത് മനസ്സിലാക്കുക, ലക്ഷ്മി മോളെയും കണ്ണനെ സ്നേഹിച്ച് മുന്നോട്ട് പോകുന്നു പറയുമ്പം കരുണ ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് വേറൊന്നും പറയാനില്ലേ, അമ്മയുടെ ഒരു ലക്ഷ്മി മോള്, എന്തായാലും അവളോട് ഞാൻ ഈ ജന്മം സ്നേഹത്തോടുകൂടി ജീവിക്കുമെന്ന് വിചാരിച്ച് അമ്മ ഇരിക്കണ്ട. സമയം മോഹിനി പറയുന്നുണ്ട്, ഇപ്പം തന്നെ നിൻ്റെ അച്ഛൻ്റെ അവസ്ഥ കണ്ടില്ലേ, കണ്ണൻ്റെ അച്ഛനെ കൊന്നു വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക, അതെങ്ങാനും ഉണ്ണിയുടെ ചെവിയിലെത്തിയാൽ നിൻ്റെ ജീവിതം എന്താവുമെന്ന് അറിയാവുമെന്ന് ചോദിക്കുമ്പം കരുണ പറയുന്നുണ്ട്, അതൊക്കെ എനിക്കറിയാം, അതൊന്നും അമ്മ എന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ വരണ്ട, ഇത്രയും ദിവസം അമ്മയും ആ ലക്ഷ്മിയും കൂടി അച്ഛനെ ഭീഷണിപ്പെടുത്തുമല്ലായിരുന്നോ, കണ്ണേട്ടൻ്റെയും ഉണ്ണിയേട്ടൻ്റെ അച്ഛനെ കൊന്നത് അച്ഛനാന്ന് അവരോട് പറയുമെന്നും പറഞ്ഞ് ഇപ്പോൾ അമ്മയ്ക്ക് മതിയായില്ലേ എന്ന് ചോദിക്കുമ്പം ഞാൻ ഭീഷണിപ്പെടുത്തിയിരുന്നു, പക്ഷെ ഞങ്ങളത് ആരോടും പറയാതിരുന്നത് ലക്ഷ്മി മോളുടെ ജീവിതം തകരുമെന്ന് ഓർത്തിട്ടല്ല, നിൻ്റെ ജീവിതം തകരണ്ടല്ലോ എന്ന് കരുതിയ, എന്തായാലും ലക്ഷ്മി മോൾ കൂടെ ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ച്, അവളന്ന് 5 വയസ്സുള്ള ഒരു പെൺകുട്ടിയായിരുന്നു, അവളതിൽ തെറ്റുകാരിയല്ല, പക്ഷേ നിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല, നിൻ്റെ അച്ഛനെ ഉണ്ണിയുടെ അച്ഛനെ കൊന്നേക്കണേ, സ്വന്തം അച്ഛൻ്റെ കൊലയാളിയുടെ മകളെ ഒരാളും ഭാര്യയായിട്ട് കൂടെ കൊണ്ടു നടക്കില്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപനെയാണ് ഇങ്ങനെ വിശ്വനാഥൻ പാടുന്ന പോലെ പാട്ടൊക്കെ പാടിക്കൊണ്ട് എടുക്കുമ്പം ഈ പ്രതാപൻ്റെ അമ്മ കരുണയോട് പറയുന്നുണ്ട്, അതേ മോളെ നോക്കിക്കേ, ഇതിനു മുമ്പ് ഒരിക്കലും ഇവൻ ഇതുപോലെ പാട്ടൊന്നും പാടി ഞാൻ കേട്ടിട്ടില്ല, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവന് ഇതുപോലെ പാട്ടുകളൊക്കെ പാടുന്നുണ്ടെന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട്, ഇതൊക്കെ ഉണ്ണിയേട്ടൻ്റെ അച്ഛൻ്റെ ശീലങ്ങളാണെന്നാണ് പറഞ്ഞേക്കണം, എന്തായാലും അച്ഛൻ പറയണത് നേരാ, ഉണ്ണിയേട്ടൻ്റെ അച്ഛൻ്റെ ആത്മാവ് അച്ഛൻ്റെ ശരീരത്തിലുണ്ട്, അതുകൊണ്ട് അച്ഛൻ ഇങ്ങനെയൊക്കെ പെരുമാറണേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും മോളെ എന്ന് ചോദിക്കുമ്പം എനിക്കറിയില്ല മുത്തശ്ശി, അച്ഛൻ കാരണം എനിക്ക് തലക്ക് ഭ്രാന്ത് പിടിച്ച് നിൽക്കുമെന്നും പറഞ്ഞ് കരുണ റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. ഇതിൻ്റെ പുറകെ പ്രതാപൻ്റെ അമ്മയും പോയി കഴിഞ്ഞതും പ്രതാപൻ ചുറ്റും നോക്കുന്നുണ്ട്. ആ സമയത്താണ് പ്രതാപൻ അവിടെ മൊബൈലിരിക്കണ കാണുന്നത്. വേഗം തന്നെ മൊബൈലെടുത്ത് കണ്ണനെ വിളിച്ച് ഇപ്പം തന്നെ സത്യങ്ങൾ പറയാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഫോണെടുത്ത് കണ്ണനെ വിളിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഇതേ സമയം കണ്ണനാണെങ്കിൽ ഓഫീസിൽ ഇങ്ങനെ ഫയലൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്താണ് പ്രതാപൻ്റെ കോള് വരുന്നത് കാണുന്നത്. ഫോണെടുത്ത് നോക്കിയതും പ്രതാപനാണല്ലോ. ഇയാളിപ്പോൾ എന്തിനായിരിക്കും എന്നെ വിളിക്കണേ? കഴിഞ്ഞ ദിവസം ഇയാൾ വിളിച്ച് എന്തോ പറയാൻ തുടങ്ങിയതാണ്. അപ്പോഴേക്കും അയാളുടെ അമ്മ ഫോൺ വാങ്ങിക്കൊണ്ട് പോയി. എന്തായാലും ഇന്ന് കാര്യങ്ങൾ ചോദിക്കണമെന്നും പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇതേസമയം പ്രതാപനാണെങ്കിൽ കണ്ണമ്മൻ ഫോൺ എടുത്തല്ലോ, അതേ കണ്ണമ്മോനെ ഞാനാ പ്രതാപന, എന്താ നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചതെന്ന് ചോദിക്കുമ്പം എനിക്ക് മോനോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നു. ഇത് കേട്ടതും കണ്ണൻ ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞ ദിവസവും നിങ്ങൾ വിളിച്ചിട്ട് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ഒന്നും പറഞ്ഞില്ലല്ലോ, എന്താണെങ്കിലും പറയാമെന്ന് പറയുമ്പം അത് മോൻ്റെ അച്ഛനെയും മോനെയും
വണ്ടി ഇടിപ്പിച്ചതെന്ന് ഇങ്ങനെ പ്രതാപൻ പറയുന്ന സമയത്താണ് നമ്മളുടെ പ്രതാപൻ്റെ അമ്മയും കരുണയും കൂടെ കൂടി ഈ പ്രതാപൻ്റെ സംസാരം കേട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അവർ വരുന്ന സമയത്ത് പ്രതാപൻ കണ്ണനോട് മോൻ്റെ അച്ഛൻ്റെ വണ്ടി ഇടിപ്പിച്ചത് ഞാനാന്നുള്ളത് ഇങ്ങനെ പറയാൻ പോകുന്ന ആ ഒരു സമയത്താണ് കരുണം റൂമിലോട്ട് വരുന്നത്. അത് കേട്ടതും കരുണയാണെങ്കിൽ ആകെ ഷോക്കായിട്ട് ഓടി വന്ന് അയാളുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച് മേടിക്കുന്നുണ്ട്. ഈ സമയത്ത് കണ്ണനാണെങ്കിൽ നിങ്ങൾ എന്താ പറഞ്ഞേ, എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ, ഒന്നും കൂടി പറ, ഹലോ ഹലോ എന്നൊക്കെ ചോദിക്കുമ്പം അവിടുന്ന് ഈ കരുണ ഫോൺ തട്ടിപ്പറിക്കുന്ന സൗണ്ടും അതുപോലെ പ്രതാപൻ ഫോൺ താ, ഞാൻ കണ്ണനോട് എല്ലാ സത്യങ്ങളും പറയട്ടെ, ആ ഫോൺ മര്യാദക്ക് താന്നും പറഞ്ഞ് ഈ പ്രതാപൻ കരുണയോടും കരുണയുടെ മുത്തശ്ശിയോടും ഒച്ച എടുക്കുന്നതൊക്കെ കണ്ണൻ കേൾക്കുന്നുണ്ട്. ആ സമയത്ത് കണ്ണൻ വീണ്ടും ഹലോ ഹലോ എന്ന് ചോദിച്ചിട്ടും ഇവർ കണ്ണനോട് മറുപടി ഒന്നും പറയാതെ കരുണ വേഗം തന്നെ കോള് കട്ട് ചെയ്യുന്നുണ്ട്. ഫോൺ കട്ടായതും കണ്ണനിങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഇതിനു മുമ്പും ഇയാൾ വിളിച്ചിട്ട് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. അന്നും മോൻ്റെ അച്ഛൻ്റെന്നൊക്കെ അയാൾ പറഞ്ഞത്. പക്ഷേ അത് പൂർത്തിയാക്കണതിന് മുമ്പ് അയാളുടെ അമ്മ ആ ഫോൺ തട്ടിപ്പറിച്ച് മേടിച്ചു. ഇന്നിപ്പോൾ കരുണ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. കരുണയും അയാളുടെ അമ്മയും കൂടി ഫോൺ മേടിച്ചെടുത്തു. ആ ബഹളമൊക്കെ എനിക്ക് മനസ്സിലായി, എന്തായാലും തിരിച്ചങ്ങോട്ടൊന്ന് വിളിച്ച് നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് കണ്ണനാണെങ്കിൽ പ്രതാപൻ്റെ ഫോണിലേക്ക് തിരിച്ച് വിളിക്കുന്നുണ്ട്. അങ്ങനെ പ്രതാപൻ്റെ ഫോൺ ബെല്ലടിച്ചതും കരുണ കണ്ണേട്ടനെ വിളിക്കണേന്ന് പറയുമ്പം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, മോളെ ആ ഫോൺ എടുക്കണ്ടാന്ന്. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, മോളെ ആ ഫോൺ ഇങ്ങോട്ട് താ, ഞാൻ കണ്ണനോട് സത്യങ്ങളൊക്കെ പറയട്ടെ എന്ന് പറയുമ്പം പ്രതാപൻ്റെ അമ്മ നീ അങ്ങനെ സത്യങ്ങളൊന്നും പറയണ്ടാന്നും പറഞ്ഞ് പ്രതാപനെ ഒച്ചെടുക്കുന്നുണ്ട്. കരുണയാണെങ്കിൽ കണ്ണൻ്റെ കോള് കട്ട് ചെയ്യണമെന്ന് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് കണ്ണൻ വിചാരിക്കുന്നുണ്ട്, അതെന്താ ഫോൺ കട്ടാക്കിയത്, ഇതിലെന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ, അയാൾ എന്നോട് എന്തോ ഒരു കാര്യം പറയാനും ഒരുങ്ങുന്നുണ്ട്, അതെന്താന്ന് കരുണയ്ക്കും അയാളുടെ അമ്മയ്ക്കൊക്കെ അറിയാം, അതുകൊണ്ട് അവർ ഫോൺ വാങ്ങിയിരിക്കണേ, എത്രയും പെട്ടെന്ന് ഈ രഹസ്യം എന്താണെന്ന് കണ്ടുപിടിക്കണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.